അൻസൽനാഹു മുബാറകുൻ മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി വലിതുൻദിറ ഉമ്മൽ ഖുറാ. ഉമ്മുൽ ഖുറ എന്നാണ് അല്ലാഹു മക്കയെ വിശേഷിപ്പിക്കുന്നത്. എന്താ ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ? ഗ്രാമങ്ങളുടെ മാതാവ് എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രാമങ്ങളുടെ മാതാവ് എന്ന് പറയാൻ എന്താ കാരണം? അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ആദ്യമായി സൃഷ്ടിച്ചത് മക്കയുടെ മണ്ണിനെയാണ്. അതിൽ നിന്നാണ് ബാക്കിയുള്ള ഭൂപ്രദേശങ്ങളെ വരും അല്ലാഹു അതിൽ നിന്ന് പരത്തി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉമ്മുൽ ഖുറയാവുന്നു, ഇത് ഗ്രാമങ്ങളുടെ മാതാവാകുന്നു. ഇവിടെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആദ്യമായി അവതീർണമായത്. ഇത് കഅബ ശരീഫിന്റെ നാടാണ്, സംസം വെള്ളത്തിന്റെ നാടാണ്. ഒരുപാട് പ്രവാചകന്മാരും കോടിക്കണക്കായിരിക്കുന്ന ഔലിയാക്കന്മാരും വന്നുപോയ നാടാണിത്. ആ നാട്ടിലേക്ക് ഇതാ അൽഹംദുലില്ലാഹ് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുമ്പോ നമ്മുടെ മനസ്സിങ്ങനെ ഈമാൻ കൊണ്ട് നിറഞ്ഞു കവിയണം മുഅ്മിനീങ്ങളെ. നമ്മുടെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീര് ഒറ്റി വീഴണം മുഅ്മിനീങ്ങളെ. നമ്മൾ അറിയാതെ കരഞ്ഞു പോകണം മുഅ്മിനീങ്ങളെ. അങ്ങനെ പരിശുദ്ധമായ മക്കയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു സംരംഭമുണ്ട്, വലിയൊരു സമുച്ചയം നമുക്ക് കാണാം. അത് ക്ലോക്ക് ടവർ ആവുന്നു. ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ചാരത്ത് തന്നെ നിൽക്കുന്ന വലിയ സമുച്ചയം, വലിയൊരു സമുച്ചയമാണ് ക്ലോക്ക് ടവർ. 817 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സമുച്ചയമാണ് ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവർ 7 കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് നിന്ന് തന്നെ ക്ലോക്ക് ടവർ കാണാൻ കഴിയും. അത് കാണുമ്പോൾ നമുക്കറിയാം ഇവിടെയാണ് പരിശുദ്ധമായ കഅബ ഉള്ളത്. നമ്മുടെ മനസ്സിലേക്ക് അതാ കഅബ ശരീഫ് വീണ്ടും കടന്നു വരികയാണ്. ഞാനിതാ കഅബ ശരീഫിന്റെ ചാരത്തെത്തിയിരിക്കുന്നു. കഅബയുടെ മണമിതാ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല, ഞാനതിന് യോഗ്യനല്ല, എനിക്കതിന് അർഹതയില്ല, എന്നാലും എനിക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള ബോധം ഈ ക്ലോക്ക് ടവർ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, കഅബ ശരീഫിന്റെ അതിന്റെ നേരെ ചുവട്ടിലാണ് കഅബ ശരീഫ് ഉള്ളത്. അത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മക്കയിലെ ബിൽഡിങ്ങുകൾ കാണുമ്പോൾ അല്ലാഹുമ്മ ജഅൽനി ബിഹാ ഖറാറാ വർസുഖ്നി ബിഹാ റിസ്ഖൻ ഹലാലാ എന്ന് പറയുന്ന സുന്നത്താണ് എന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ നമ്മുടെ റൂമിലെത്തി. മക്കയിൽ ചെന്ന് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരൽപ്പം വിശ്രമിച്ചതിന് ശേഷം ഉംറയുടെ രണ്ടാമത്തെ കർമ്മമാകുന്ന തവാഫ്, ആ തവാഫ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ നമ്മൾ വരുമ്പോൾ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ വിടാരങ്ങൾ അവിടെ എത്തുമ്പോൾ ഈമാനുള്ളവന്റെ കണ്ണിൽ നിന്ന് അവൻ അറിയാതെ കണ്ണുനീർത്തുള്ളികൾ വന്നുപോകും. അങ്ങനെ മസ്ജിദുൽ ഹറാം ലോകത്ത് സമാനതകളില്ലാത്ത പള്ളിയാണ്. ലോകത്ത് സമാനതകളില്ലാത്ത പള്ളി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതിൽ വെച്ചുകൊണ്ട് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ആമയുടെ പള്ളിയിൽ വെച്ചുകൊണ്ട്, കാലക്കാട്ട പള്ളിയിൽ വെച്ചുകൊണ്ട് 1,00,000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലി അല്ലാഹു തരും. അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത. ഈ പള്ളിയോളം ശ്രേഷ്ഠമായ പള്ളി അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇല്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. അങ്ങനെ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ഈ പള്ളിയിലേക്ക് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. മസ്ജിദുൽ ഹറാമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനൽ ജന്നത ദാറസ്സലാം തബാറക വതആലൈക യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക വമഗ്ഫിറതിക വഅദ്ഖിൽനി ഫീഹാ എന്ന് ചൊല്ലിയിട്ടാണ് നമ്മൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ പള്ളിന്റെ അകത്തേക്ക് നമ്മൾ കടക്കുന്നു. മസ്ജിദുൽ ഹറാമിന്റെ ഉൾഭാഗമാണിത്. പള്ളിന്റെ അകത്തേക്ക് നമ്മൾ കടന്ന് അതിലൂടെ നമ്മൾ വളരെ അച്ചടക്കത്തോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കാതെ, കാരണം കഅബ ശരീഫിന്റെ ചാരത്തിലാണ് നമ്മൾ എത്തിയിരിക്കുകയാണ്. തൂണുകൾക്കിടയിലൂടെ ഒന്നുമല്ലാതെ, ഒന്നിന്റെയും മറവിലൂടെയല്ലാതെ നേരെ നിന്നുകൊണ്ട് എന്റെയും കഅബയുടെയും ഇടയിലൊരു മറയും കൂടാതെ എനിക്ക് കഅബ ശരീഫ് കാണണം. ആ ഒരു പ്രതിജ്ഞയോടുകൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കാലിന്റെ ചുവട്ടിലേക്ക് മാത്രം നോക്കിയിട്ട്
നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഈ പറയുന്ന സ്ഥലത്തവിടെ നിന്നാൽ അള്ളാന്റെ കഅബ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവര്, ആ സമയത്ത് കരയാത്ത കണ്ണുകളൊക്കെ കരഞ്ഞു പോകുന്നു. കാരണം എത്രയോ കാലങ്ങളായി പിടിച്ചതാ, എത്രയോ നാടുകളായി കേട്ടതാ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന ഭവനം. അള്ളാന്റെ ഭൂമിയിൽ ആദ്യമായി അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം കഅബ ശരീഫ്. ഇതിനെ കാണുന്ന സമയത്ത് കരയണം എന്നാണ്. ഈ പരിശുദ്ധമായ കഅബ ശരീഫ് കാണുമ്പോൾ ഉള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 5 സമയങ്ങളിൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയും ചെയ്യും. 5 സമയങ്ങളിൽ. അതിൽപ്പെട്ട ഒന്ന് പരിശുദ്ധമായ കഅബ ശരീഫ് കാണുന്ന സമയമാണ്. ആ കഅബ ശരീഫിനെ കാണുന്ന സമയത്ത് ഉത്തരം കിട്ടുന്ന ആ സമയത്ത് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ ഉത്തരമുണ്ട്, ഒരു സംശയമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉംറയുടെ 2ാമത്തെ കർമ്മമാവുന്ന തവാഫ് നടക്കേണ്ടത് കഅബ ശരീഫിന് ചുറ്റുമാണ്. അതുകൊണ്ട് തന്നെ കഅബ ശരീഫിനെ കുറിച്ച് നമുക്കൊരു ധാരണ. ആദ്യമായി ഇത് കഅബ ശരീഫാണ്. ആ കാണുന്ന കഅബ ശരീഫിന്റെ മൂലയിലുള്ള വെളുത്ത ഒരു പൊട്ട്, അത് ഹജറുൽ അസ്വദാണ്. അവിടെയാണ് ഹജറുൽ അസ്വദ് നിൽക്കുന്നത്. തൊട്ടടുത്ത് കാണുന്ന ഗോൾഡ് കളറിലുള്ളത് കഅബ ശരീഫിന്റെ വാതിലാണ്. കഅബ ശരീഫിന്റെ അടുത്ത മൂല, ഈ മൂലക്ക് റുക്നുൽ ഇറാഖി എന്നാണ് പറയാ. ആരമാർക്കല്ലേ അവിടുത്തെ റുക്നുൽ ഇറാഖി എന്ന് പറയും. അടുത്ത മൂലക്ക് റുക്നുൽ ഷാമി എന്ന് പറയും. തൊട്ടടുത്ത മൂലക്ക് റുക്നുൽ യമാനി എന്ന് പറയും. ഇതാണ് കഅബ ശരീഫിന്റെ 4 മൂലകൾ. ഒന്ന് ഹജറുൽ അസ്വദ് നിൽക്കുന്ന മൂല, മറ്റൊന്ന് റുക്നുൽ ഇറാഖി, മറ്റൊന്ന് റുക്നുൽ ഷാമി, മറ്റൊന്ന് റുക്നുൽ യമാനി. കഅബ ശരീഫിന്റെ 2 മൂലകൾക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്. അതിൽ 1ാമത്തെ മൂല ഹജറുൽ അസ്വദിന്റെ മൂല. ഇവിടെയാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. ഹജറുൽ അസ്വദ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ ഹജറുൽ അസ്വദു മിൻ ഹിജാറത്തിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ കല്ലുകളിൽപ്പെട്ട ഒരു കല്ലാണ് ഹജറുൽ അസ്വദ്. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വസ്തു ഭൂമിയിലുള്ളത് ഹജറുൽ അസ്വദാണ്. ആ ഹജറുൽ അസ്വദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലയബഅതന്നല്ലാഹുൽ ഹജറ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അല്ലാഹു ഈ ഹജറുൽ അസ്വദിനെ പറഞ്ഞു വിടും. വലഹു ഐനാനി യുബസറു ബിഹിമാ. 2 കണ്ണുകൾ ഉണ്ടാവും ഹജറുൽ അസ്വദിന്. കാണാൻ പറ്റുന്ന കണ്ണുകൾ ഹജറുൽ അസ്വദിനുണ്ട്. വബിസാനി യന്ദിഖു ബിഹി. സംസാര ശേഷിയുള്ള നാവും കൊടുത്തുകൊണ്ടാണ് അല്ലാഹു ഹജറുൽ അസ്വദിനെ പറഞ്ഞയക്കുക. എന്നിട്ടോ യശ്ഹദു ബിഹി ലിമൻ ഇസ്തലമഹു ബിഹഖിൻ. ആരൊക്കെ ഹജറുൽ അസ്വദിന് മുത്തം കൊടുത്തിട്ടുണ്ടോ, ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ ആർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ, അവന് വേണ്ടി ഹജറുൽ അസ്വദിന അല്ലാഹുവിനോട് പറയുന്ന പടച്ചവനെ, ഇവനെ ഒരിക്കലും നരകത്തിലേക്ക് വിടാൻ പാടില്ല റബ്ബേ. ഇവൻ എന്നെ ചുംബിച്ചവനാ, ഇവൻ എനിക്ക് മുത്തം തന്നവനാ. അതുകൊണ്ട് റബ്ബേ, ഇവനെ ഒരിക്കലും നരകത്തിലേക്ക് വിടരുത്, ഇവനെ സ്വർഗത്തിന്റെ അവകാശിയാക്കണേ എന്ന് ഹജറുൽ അസ്വദ് അല്ലാഹുവിനോട് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യും. അതിന് ഹജറുൽ അസ്വദ് മുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 2ാമത്തെ മൂല, പ്രധാനപ്പെട്ട മൂലകളിൽ ഒന്ന് ഹജറുൽ അസ്വദിന്റെ മൂലയാണ്. 2ാമത്തെ മൂല റുക്നുൽ യമാനിയാണ്. റുക്നുൽ യമാനിയാണ് സഹോദരന്മാരെ കാണുന്നത്. ഹജറുൽ അസ്വദിന്റെ തൊട്ടു മുമ്പുള്ള മൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, മാവറത്തു ബിർറുക്നിൽ യമാനി ഇല്ലാ വഇൻദഹു മലകുൻ യുനാദി ആമീൻ. റുക്നുൽ യമാനിക്ക് സമീപത്ത് കൂടി ഞാൻ പോകുമ്പോഴൊക്കെ അവിടെ ഒരു മലക്ക് നിന്നുകൊണ്ട് പറയുകയാണ്, ആമീൻ ആമീൻ ആമീൻ. അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവർക്ക് ഉത്തരം ചെയ്യണേ റബ്ബേ എന്ന് ഈ മലക്ക് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാ. അതുകൊണ്ട് വൈദാമർത്തും, നിങ്ങൾ ആ റുക്നുൽ യമാനിക്ക് സമീപത്ത് കൂടി പോകുമ്പോ നിങ്ങൾ പറയേണ്ടത്, അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
പറയേണ്ടത്. മാത്രമല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, നബിയേ, നിങ്ങൾ റുക്കുനുൽ യമാനിയെ എപ്പോഴും നിങ്ങൾ ചെന്നുകൊണ്ട് റുക്കുനുൽ യമാനിയെ തൊട്ടുമുത്തുന്നുണ്ടല്ലോ നബിയെ. റുക്കുനുൽ യമാനിയെ നേരെ ചെന്ന് ചുംബിക്കലെന്നില്ല, സുന്നത്തില്ല. അതിനെ തൊട്ട് ആ കൈ ചുംബിക്കലാ സുന്നത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ തങ്ങൾ എപ്പോഴും ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, എന്താണ് നബിയെ അതിനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ അത്തൈതു അലൈഹി ഖത്തു ഇല്ലാ വജിബ്രീലു ഖായിമുൻ ഇൻദഹു യസ്തഗ്ഫിറു ലിമൻ യസ്തലിമുഹു. ഞാൻ അവിടെ ചെല്ലുമ്പോഴെല്ലാം, അവിടേക്ക് ഞാൻ ചെല്ലുമ്പോഴെല്ലാം അവിടെ ഞാൻ ജിബ്രീലിനെ കാണുകയാണ്. ജിബ്രീൽ പറയുന്നത് എന്താണെന്നറിയോ? ഇതിനെ തൊട്ട് മുത്തുന്നവർക്കൊക്കെ പൊറുക്കടേ നാഥാ എന്ന് പറയുന്ന ജിബ്രീലിനെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ എങ്ങനെ മുത്താതിരിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചിരുന്നതാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ആ സ്ഥലം എന്തുകൊണ്ടും മഹത്വമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം ഞാൻ പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഈ രണ്ട് ഭാഗം കഅബ ശരീഫിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള മറ്റൊരു സ്ഥലം ഹിജ്ർ ഇസ്മായിലാണ്. എന്ന് പറഞ്ഞാൽ ഇതാ, കഅബ ശരീഫിന്റെ ഇങ്ങനെ റൗണ്ടായിട്ട് പൂമകായിട്ട് കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ? അപ്പുറത്ത് ഇങ്ങോട്ട് കയറാനും ഈ പുറത്ത് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അത് കഅബ ശരീഫിന്റെ ഉൾഭാഗമാണ്. ഇനി മഖാമു ഇബ്രാഹിം, മഖാമു ഇബ്രാഹിമിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദം പതിഞ്ഞ കല്ല് വെച്ചിട്ടുള്ള സ്ഥലമാണിത്. ഇതാണ് മഖാമു ഇബ്രാഹിം. ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് എന്നാ കാണാം. അതിന്റെ ഉൾഭാഗത്ത് കാണുന്നത് എന്താ അറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാല് പതിഞ്ഞിരിക്കുകയാണ്. കഅബ ശരീഫ് ബദലടിക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചു. അങ്ങനെ കഅബ ശരീഫിന്റെ ഭിത്തികൾ ഇങ്ങനെ മനോഹരമായി പടുത്തുകൊണ്ടിരിക്കുന്നു ഇബ്രാഹിം നബി. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കല്ല് കൊണ്ടുവച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കഅബ ശരീഫിന്റെ പടവ് ഉയർന്നു വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന കല്ലറ ഇബ്രാഹിമിനെ കൊണ്ട് ചലിക്കുകയാണ്. ആവശ്യാനുസരണം ആ കല്ല് ഉയരുകയും താഴുകയും ചെയ്യുകയാണ്. ആ കല്ലിന്റെ മുകളിൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞിരിക്കുന്നു. അല്ലാഹു പറയുന്നു, ഈ ഇബ്രാഹിം മഖാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഫീഹി ആയാതും ബയ്യിനാത്ത്, അവിടെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാം ഇബ്രാഹിം, ഇബ്രാഹിം മഖാം, ആ ദൃഷ്ടാന്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ പിന്നിൽ നിസ്കരിക്കൽ സുന്നത്താണ്. ഇനി നമ്മൾ തവാഫ് ആരംഭിക്കുകയാണ്. തവാഫ് ആരംഭിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ തവാഫിന്റെ ചില നിബന്ധനകൾ ഇവിടെ പരാമർശിക്കാം. തവാഫിന്റെ നിബന്ധനകളിൽ ഒന്ന് നിയ്യത്ത് ചെയ്യുക എന്നതാണ്. പ്രത്യേകം പറയാനുള്ളത്, ഉംറയുടെ ഭാഗമായി ചെയ്യുന്ന തവാഫിന് നിയ്യത്ത് നിർബന്ധമില്ല. അപ്പൊ ഉംറയുടെ ഭാഗമായി ചെയ്യുന്ന തവാഫിന് നിയ്യത്ത് നിർബന്ധമില്ല എങ്കിൽ പോലും നിയ്യത്ത് സുന്നത്താണ്. അതിന്റെ രൂപം നവൈതു തവാഫൽ ഉംറത്തി സബഅത അശ്വാതിൻ ലില്ലാഹി തആല, ഉംറയുടെ തവാഫ് അല്ലാഹു തആലക്ക് വേണ്ടി 7 തവണ ചെയ്യാൻ ഞാൻ കരുതി. അതാണ് ഒന്ന്. രണ്ടാമത്തത് ഔറത്ത് മടക്കുക എന്നതാണ്. സ്ത്രീകളാണ് ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലിൽ സോക്സ് ധരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ശുദ്ധി ഉണ്ടാകുക. ഉംറയുടെ കർമ്മങ്ങളിൽ ഉദൂ വേണ്ടത് ആകെ 2 കാര്യത്തിലുണ്ട്. ഒന്ന് തവാഫിനും മറ്റൊന്ന് തവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിനും. ബാക്കി ഒന്നിനും ഉദൂ കുഴപ്പമില്ല. മറ്റൊന്ന് ഹജറുൽ അസ്വദ് കൊണ്ട് ആരംഭിക്കുക. ഹജറുൽ അസ്വദിന്റെ അല്ലാത്ത ഏത് മൂലയിൽ നിന്ന് തുടങ്ങിയാലും ഇവിടെ നിന്നിട്ടുള്ള തവാഫെ പരിഗണിക്കപ്പെടുകയുള്ളൂ. 7 തവണ തവാഫ് ചെയ്യണം. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ, ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയ ഒന്നായി. അങ്ങനെ 7 തവണ എന്ത് ചെയ്യണം? തവാഫ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ 7ാമത്തെ തവണ അബദ്ധം വരുന്നൊരു ഒരു രൂപം എന്ന് വെച്ചാൽ 7ാമത്തെ തവണ ഇവിടുത്തെ എത്തേണ്ട മുമ്പ് ആൾക്കാർ ഇങ്ങോട്ട് പോകും. തവാഫ് കഴിഞ്ഞു വെച്ചിട്ട് 2 അടി അധികം വെച്ചാൽ ഒന്നും വരാൻ പോണില്ല. അപ്പൊ പരമാവധി എന്തിക്കാം, 7ാമത്തെ തവണ ഇങ്ങോട്ട് പോയാൽ മതി. മനസ്സിലായില്ലേ? ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അപകടം വരുന്നൊരു രംഗാണ്. 2 അടിക്ക് വേണ്ടി നമ്മുടെ തവാഫ് നഷ്ടപ്പെടുത്തരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഒരു 4 തവാഫ് എത്തി സങ്കല്പിക്കുക. 4 തവാഫ് എത്തിയപ്പോൾ ഒരാൾക്ക് സംശയം, ഇതിപ്പോ 3 ആണോ 4 ആണോ? അപ്പൊ അതിനുള്ള മസ്തല, അപ്പൊ 3 ആണെന്ന് ഉറപ്പിച്ചിട്ട് ഒരു 4 തവണ ഉണ്ടാക്കാം. ഇനി 3 തവണ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾക്ക് മൂത്രമൊഴിക്കാം,
ശുദ്ധി നിർബന്ധമാണല്ലോ. മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മൂത്രയിക്കാൻ ആവശ്യം. അപ്പൊ എന്താ ചെയ്യാ? ഓൻ ആ തവാഫ് അവിടെ അവസാനിപ്പിക്കുക, ഇവിടെ 3 അവസാനിപ്പിക്കുക. പോയി മൂത്രം കഴിച്ച് ഒതുവ ഉണ്ടാക്കി വന്നതിന് ശേഷം അവനക്ക് 4 നിന്ന് തുടങ്ങാം. അല്ല, ആരംഭം 1 മുതൽ തുടങ്ങലാണ് അഫ്ളല്. പിന്നെ കഅബ ശരീഫിൽ ഇടതുവശത്താക്കുക, അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് തവാഫ് കഅബയുടെ പുറത്താണ്. മറ്റൊന്ന് തവാഫ് മസ്ജിദുൽ ഹറാമിന് പുറത്തുകൂടി ആവാതിരിക്കൽ. തവാഫ് മാത്രം ലക്ഷ്യമാക്കാം. ഇനി തവാഫിന്റെ സുന്നത്തുകൾ: 1, നടന്നുകൊണ്ട് തന്നെ തവാഫ് ചെയ്യാൻ ശ്രദ്ധിക്കാം. 2ാമത് ഇൽത്തിബാർ. ഇൽത്തിബാറിന്റെ രൂപം ആ രൂപണം കാണുന്നത്. ആ ഇൽത്തിബാർ സുന്നത്താണ്. ഇത് ഇഹ്റാം ചെയ്ത ഉടനെ ചെയ്യുന്നവരുണ്ട്, അത് ചെയ്യേണ്ടതില്ല. ഇത് തവാഫ് ആരംഭിക്കുമ്പോൾ മാത്രമേ ഈ രീതി സ്വീകരിക്കേണ്ടതുള്ളൂ. അപ്പൊ ഇൽത്തിബാർ റംലിനർത്ഥം കാല് ആദ്യത്തെ 3 തവണ കാല് അടുപ്പിച്ചെടുത്ത് നടക്കുക. ഹജറത് തൊടുക, ചുംബിക്കുക, നെറ്റി വെക്കുക, കൈയെങ്കിൽ മാത്രം. തവാഫിൽ നിർണയിക്കപ്പെട്ട ദിക്റുകൾ ചെല്ലുക. ഈ കാര്യങ്ങളൊക്കെയാണ് തവാഫിൽ നമുക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ തവാഫും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നതാണ്. അത് ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ വന്നുകൊണ്ട് നിസ്കരിക്കലാണ് സുന്നത്ത്. തവാഫിന്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഫാത്തിഹയ്ക്ക് ശേഷം 1-ാം റക്അത്തിൽ ഖാഫിറയും 2-ാം റക്അത്തിൽ ഇഖ്ലാസും ഓതൽ സുന്നത്താണ്. അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സംസം കുടിക്കുക. സംസം കുടിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാഇ എന്ന് പറയുന്ന സുന്നത്താണ്. മാവ് സംസം കുടിച്ചതിന് ശേഷം നമ്മൾ സഅയ് ആരംഭിക്കണം. ഉംറയുടെ 3ാമത്തെ ഫർദ് സഅയ്. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്. സഫയിൽ പോയി സഅയ് ആരംഭിക്കാം. അങ്ങനെ സഅയ് ആരംഭിക്കുമ്പോഴും സുന്നത്താണ് നിയ്യത്ത്. നവൈതു സഅയ്യൽ ഉംറത്തി 7 അശ്വാത്തിൻ ലില്ലാഹി തആല. ഉംറയുടെ സഅയ് അല്ലാഹു തആലക്ക് വേണ്ടി 7 തവണ ചെയ്യാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യാം. അങ്ങനെ സഫയിൽ നിന്ന് ആരംഭിക്കാം. സഅയിന്റെ വാജിബാത്തുകൾ: 1, സഫയിൽ മർവക്കിടയിലുള്ള ദൂരം മുഴുവൻ കവർ ചെയ്യണം. 2, സഫ മുതൽ സഅയ് ആരംഭിക്കണം. സഫാ മർവ തമ്മിലുള്ള ദൂരം 7 തവണ തരണം ചെയ്യണം. 7 വട്ടം സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ അവസാനിക്കും. 4, സഅയ് ചെയ്യുന്നത് സഹീഹായ തവാഫിന് ശേഷമായിരിക്കണം. സഫാ മർവക്കിടയിൽ 2 പച്ച ലൈറ്റുകൾ, ആ പച്ച ലൈറ്റുകൾക്കിടയിൽ ഓടുക എന്നുള്ളത് ആണുങ്ങൾക്ക് സുന്നത്താണ്. മർവ കുന്നിൽ നമ്മുടെ സഅയ് അവസാനിക്കും. അത് കഴിഞ്ഞാൽ മുടി എടുക്കുക. മുടി എടുക്കുക എന്ന് പറഞ്ഞാൽ മുടി മൊട്ടയടിക്കലാണ് ഏറ്റവും അഫ്ദൽ. അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ ദുആ ചെയ്തിട്ടുണ്ട്. മുടി വെട്ടിയാലും മതി, 3 മുടി മുറിച്ചാലും ആ നിർബന്ധമായ ഘടകം നമ്മൾ തീർത്തു കഴിഞ്ഞു. സ്ത്രീകൾക്കും അങ്ങനെ തന്നെ മുടി മൊട്ടടിക്കാൻ പറ്റില്ല, മുടി വെട്ടുക. അത് അവളെ വെച്ചുകൊണ്ട് ചെയ്യരുത്. കാരണം അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ പെണ്ണുങ്ങൾ മുടി കാണിച്ച് മുറിക്കാൻ പാടില്ല. അത് റൂമിൽ വന്നുകൊണ്ടോ അല്ലെങ്കിൽ ബാത്റൂമിൽ എവിടെയൊക്കെ പോയിട്ടാണ് അവർ മുടി മുറിക്കേണ്ടത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതോടുകൂടി നമ്മുടെ ഉംറ കഴിയും. ഇനി മക്കയിലെ താമസക്കാരായ നമുക്ക് ധാരാളം ഉംറ ചെയ്യാം. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഹറമിന്റെ പുറത്തു പോയി ഇഹ്റാം ചെയ്യണം എന്നാണ്. അങ്ങനെ പുറത്തു പോയി ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ അതിന് ഏറ്റവും അഫ്ളലായിരിക്കുന്ന സ്ഥലം എന്ന് പറയാം ജിറാന. ജിറാനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്തിട്ടുണ്ട്. ഇതാണ് ജിറാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്ത സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. അവിടെ ചെന്നുകൊണ്ട് ഇഹ്റാം ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 1-ാം സ്ഥാനം ജിറാനക്കും, 2-ാം സ്ഥാനം തൻഈമിനും, 3-ാം സ്ഥാനം ഹുദൈബിയ. നേരത്തെ നമ്മൾ കണ്ട കവാടം കണ്ടില്ലേ, അവിടെ. ഈ 3 സ്ഥലങ്ങളാണ് ഉംറക്ക് മക്കയിൽ വെച്ചുകൊണ്ട് ഉംറക്ക് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ പോയി ചെയ്യാനുള്ള ഏറ്റവും അഫ്ളലായ സ്ഥലം. ഇനി മക്കയിലുള്ള നമ്മുടെ ഈ താമസക്കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇനി അങ്ങനെ ഒരു അവസരം നമുക്ക് ഉണ്ടാകുമോ എന്നറിയില്ല. മക്കയിൽ പോയി താമസിക്കാൻ ഇനി എനിക്കൊരു അവസരം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ല. ഇപ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലാണ്, അല്ലെങ്കിൽ പരിശുദ്ധമായ ഹറമിലാണ്. ഇനി ഈ ഹറമിലേക്ക് എനിക്ക് വരാൻ കഴിയുമോ എന്നറിയില്ല. എന്റെ സാമ്പത്തികം എന്നെ അനുവദിക്കുമോ എന്നറിയില്ല. എന്റെ സാമ്പത്തികം എന്നെ അനുവദിച്ചാൽ തന്നെ എന്റെ ആരോഗ്യനില എന്താകുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വന്നു കിട്ടിയ അവസരം മുഅ്മിനീങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണം. അവിടെ പോയി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രത്യക്ഷവും പരോക്ഷവുമായ തെറ്റുകുറ്റങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണം. ഏഷണി, പരദൂഷണം തുടങ്ങിയ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണം. ഒന്നും പറയാൻ പോണ്ട.
ക്ഷമയും സഹനവും ത്യാഗസന്നദ്ധതയും മുഖമുദ്രയാക്കുക. അതോടൊപ്പം തന്നെ മസ്ജിദുൽ ഹറാമിൽ നടക്കുന്ന എല്ലാ ജമാഅത്തുകളിലും കൃത്യമായി പങ്കെടുക്കണം. ഒരൊറ്റ ജമാഅത്തും നഷ്ടപ്പെടരുത്. ഒറ്റ ജമാഅത്തും നഷ്ടപ്പെടരുത്. കാരണം ഒരു റക്അത്തിന് 1,00,000 കൂലിയാ ഇനി കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ ജമാഅത്തും നഷ്ടപ്പെടരുത്. കിട്ടുന്ന സമയങ്ങളെല്ലാം തന്നെ മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫിരിക്കാൻ ശ്രമിക്കാം. ഇത് ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള പള്ളിയല്ലേ? ഈ പള്ളിയിലേക്ക് എനിക്ക് വരാൻ കഴിയുമോ എന്നറിയില്ലല്ലോ. ഈ സമയം എന്റെ അവസാനത്തെ സമയമാണോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മസ്ജിദുൽ ഹറാമിൽ പോയി ഇഅ്തികാഫിരിക്കാൻ ശ്രമിക്കാം. മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധമായ കഅബ ശരീഫ് കാണുന്ന തരത്തിലിരിക്കാം. കഅബ ശരീഫിലേക്ക് നോക്കിയിരുന്നാൽ കൂലിയാണ്. 5 സ്ഥലങ്ങളിലേക്ക് നോക്കൽ തന്നെ കൂലിയാണ്. അതിൽപ്പെട്ട ഒന്ന് പരിശുദ്ധമായ കഅബ ശരീഫ. ഈ കഅബ ശരീഫിലേക്ക് ഒരാളിങ്ങനെ നോക്കിയിരിക്കുക. പ്രശ്നവനെ, ഇത് കഅബയാണല്ലോ റബ്ബേ. ഈ കഅബക്ക് എന്തൊക്കെ കഥകളാണ് പറയാനുള്ളത് റബ്ബേ. ഈ കഅബാലയത്തിന്റെ ചാരത്തല്ലേ എന്റെ നേതാവ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ആ ബിലാൽ മലർന്നു കിടന്നുകൊണ്ട് ഈ മണ്ണിന്റെ ചൂടന് വെക്കേണ്ടി വന്നത്, ഉമയ്യത്തിന്റെ ചാട്ടവാറ് കൊണ്ട് അടിയേൽക്കേണ്ടി വന്നത് ഈ കഅബാലയത്തിന്റെ മണ്ണിൽ കിടന്നിട്ടല്ലേ. എന്റെ നേതാവിയുടെ സുജൂദ് ചെയ്തപ്പോഴാണ് ചീഞ്ഞണിഞ്ഞ ഒട്ടകത്തിന്റെ ഉടൽമാനം ഒത്തുനബിയെ തോളത്ത് കൊണ്ടുവന്നിട്ടിട്ട് സുജൂദിൽ നിന്ന് തലപൊക്കാൻ കഴിയാതെ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത് വരെ സുജൂദിൽ കിടക്കേണ്ടി വന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മുഅ്മിനീങ്ങളെ, ആ സ്ഥലം അതൊക്കെ കഅബ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരണം. എനിക്കിന്നെന്തൊരു പ്രശ്നമുള്ളത്, ഇവിടെ മണിക്കൂറുകളോളം സുജൂദ് ചെയ്താലും എന്നോട് നീക്കടാന്ന് പറയാൻ ഒരാളില്ല. അത് അല്ലാഹു തന്ന ഭാഗ്യമാണ് മുഅ്മിനീങ്ങളെ. നമ്മുടെ മുൻഗാമികൾ അതിനുവേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അല്ലാഹു തന്ന അവസരങ്ങളാ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുമ്പോൾ പരമാവധി വുളൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. വുളൂ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ഖുർആൻ പാരായണത്തിനും ദിക്റും ദുആഉം തസ്ബീഹുകളും വർദ്ധിപ്പിക്കാനും സമയം കാണാം. അവിടെ പോകുമ്പോൾ ഒരാൾ പ്രതിജ്ഞ എടുക്കണം. എന്ത്? ഇവിടെ നിന്ന് മടങ്ങി പോകുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധ കലാമായ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ആ ഖുർആൻ അങ്ങിൽ നിങ്ങളോളം ഒരിക്കൽ ഓതി തീർക്കാൻ കഴിഞ്ഞു. അതിന് ശ്രമിക്കാം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ റൂമിലേക്ക് വരണ്ട. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പോന്നാ മതി സഹോദരന്മാരെ. അതുവരെ ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്താം. അതോടൊപ്പം തന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ തവാഫ് അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, മൻ താഫ ബിൽ ബൈതി ലം യർഫ ഖദമൻ വലം യഖൗലഹു ഖറാ ഇല്ലാ കുതിബത ലഹു ഹസനത്തുൻ വഹുത്തത്തുൻ ഖതിയത്തുൻ വറുബിഅത ലഹു ബിഹാ ദറജ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആരെങ്കിലും പരിശുദ്ധമായ കഅബ ശരീഫിനെ തവാഫ് ചെയ്താൽ ലം യർഫ ഖദമൻ വലം യഖൗലഹു ഖറാ ഇല്ലാ കുതിബത ലഹു ഹസനത്തുൻ. ഒരാൾ തവാഫ് ചെയ്യാൻ വേണ്ടി ഒരു കാല് വെച്ച് അടുത്ത കാല് വെക്കുമ്പോൾ ഒരു ചവിട്ടടി വെച്ചാൽ അവന് അല്ലാഹു തആല ഒരു നന്മ രേഖപ്പെടുത്തുകയും ഒരു തിന്മ മായ്ച്ചു കളയപ്പെടുകയും അവന് അല്ലാഹു ഒരു പദവി ഉയർത്തി കൊടുക്കുകയും ചെയ്യും. പുണ്യനബി പറഞ്ഞു, ആരെങ്കിലും 50 തവണ തവാഫ് ചെയ്താൽ ഖറജ മിൻ ദുനൂബിഹി, അവനവന്റെ പാപത്തിൽ നിന്ന് പുറത്തു കടക്കും. കയൗമി വലത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ചതുപോലെ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ നമ്മളൊരു ഹറാമും കണ്ടില്ല, നമ്മളൊരു ഹറാമും കേട്ടില്ല, ഒരു ഹറാമും പറഞ്ഞില്ല, ഒരു തിന്മയും നമ്മളിൽ നിന്ന് വന്നിട്ടില്ല എന്നതുപോലെ പാപരഹിതമായി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊന്ന്, കഴിയുന്നത്ര ഉംറ നിർവഹിക്കാൻ ശ്രമിക്കാം. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് പോയിന്റുകൾ അവിടെ ഉണ്ട്. ഒന്ന്, കഅബ തവാഫ് ചെയ്യുമ്പോൾ വേറെ ഉത്തരമുണ്ട്. കഅബ തവാഫ് ചെയ്യുമ്പോൾ ദുആ ചെയ്താൽ എന്തുണ്ട്? ഉത്തരമുണ്ട്. മറ്റൊന്ന്, മുൽത്തസം എന്ന് പറഞ്ഞാൽ കഅബ ശരീഫിന്റെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം. അത് കാണണം. മറ്റൊരു സ്ഥലം മീസാം എന്ന് പറഞ്ഞാൽ
കഅബ ഷരീഫിന്റെ മുകളിലുള്ള വെള്ളം മഴയ്ക്ക് പെയ്താൽ താഴെ ഇറങ്ങുന്ന ഒരു പാത്തിയാണ്, സ്വർണ്ണപ്പാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻഖാമ തഹത മീസാനിൽ കഅബ, ആരെങ്കിലും കഅബ ഷരീഫിന്റെ മീസാനിന്റെ ചുവട്ടിൽ നിന്നാൽ എന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്താൽ ഉസ്തുജീബ ലഹു, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കപ്പെടും. ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ ദ്വാരനാൽ ഉത്തരണ്ട്, പിന്നെ സഫാ മർവാ കുന്നുകൾക്ക് മുകളിൽ ദ്വാരനാൽ ഉത്തരണ്ട്, സഅദ് ചെയ്യുമ്പോൾ ഉത്തരണ്ട്. പരിശുദ്ധമായ മക്കയിൽ നമ്മൾ സന്ദർശിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഒന്നാമതായി ജബലു സൗർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിരുന്ന ഗുഹ, മറ്റൊന്ന് അറഫ. ഹാജിമാർ ദുൽഹജ്ജ് 9 ചെന്ന് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരെ കാണിച്ചു കൊടുത്തുകൊണ്ട് മലക്കുകളുടെ അഭിമാനം പറയുന്നത്രേ, ആ ഹാജിമാർ സമ്മേളിക്കുന്ന എല്ലാ ഹാജിമാരും ഒരേ സമയത്ത് സമ്മേളിക്കുന്ന സ്ഥലമാണ് അറഫ. അതുപോലെ തന്നെ മുസ്ദലിഫ, മിന, ജംറകൾ, ജിറാന, ജബലുൻ നൂർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിച്ച സ്ഥലം ജബലുൻ നൂർ. എവിടെയൊക്കെ പോകാൻ ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം അതിന് നമുക്ക് കഴിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാ വഴികളും നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം പരിശുദ്ധമായ മദീനയിലേക്കുള്ള യാത്രയാണ്. മദീനയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് വദാഇന്റെ തവാഫ് ചെയ്യൽ നിർബന്ധമാണ്. ഇഹ്റാമിലല്ലാത്ത ഒരാൾ 132 കിലോമീറ്റർ മക്ക വിട്ടു പോവുകയാണെങ്കിൽ വദാഇന്റെ തവാഫ് നിർബന്ധം. ഹൈദ് നിഫാസ് ഉള്ള സ്ത്രീകളല്ലാത്ത എല്ലാവരും ചെയ്യണം. അപ്പോ അതിന് നമ്മൾ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ സാധാ തവാഫ് പോലെ തന്നെ ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തുന്നതിന്റെ മുമ്പ് നമ്മൾ നിയ്യത്ത് നിർബന്ധമാണ്. നബൈതു തവാഫൽ വദാഇ സബഅ അശ്വാത്ത്. വിടവാങ്ങൽ തവാഫ് അല്ലാഹു തആലക്ക് വേണ്ടി 7 തവണ ചെയ്യാൻ ഞാൻ കരുതി. അതന്നെ നിയ്യത്ത്. ആ നിയ്യത്ത് 7 തവണ തവാഫ് ചെയ്യുക. തവാഫ് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് തവാഫിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. അവിടെ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ കഅബ ശരീഫിന്റെ ചാരത്ത് നിന്ന് പോരാണ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി നമ്മൾ മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സ്ഥലമാണ് മദീന. മദീനക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. മദീനയിൽ ആർക്കെങ്കിലും മരിക്കാൻ കഴിഞ്ഞാൽ അത് അവന് എന്റെ ശഫാഅത്ത് നിർബന്ധമാണ്. ആദ്യമായി വരുന്നത് മദീന നിവാസികളാണ്. എത്ര ഹദീസുകളാണ്. ദജ്ജാലിന് പ്രവേശനമില്ലാത്ത നാട് മദീനയാണ്. ദജ്ജാലിന് അങ്ങോട്ട് പ്രവേശനമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ട് കിടക്കുന്ന മണ്ണാണത്. ആ മണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ മദീനയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിനെ നമുക്ക് ഓർമ്മ തരണം. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ റസൂലുള്ള യാത്ര ചെയ്തു. നമ്മളതാ സ്വീകരിച്ച ബസ്സിൽ മനോഹരമായ നിരത്തുകളിലൂടെ